ബി ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ബി എന്ന് പറയുന്നത് ബാലൻസ്. ഇപ്പോൾ ഒരാൾക്ക് നോർമലായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ബാലൻസ് പോവുക, നടക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്ന് വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ഒരു എയർലി സിംറ്റം ആയിരിക്കും. പിന്നെ ഇ എന്ന് പറയുന്നത് അയ്യിലെ പെട്ടെന്ന് കാഴ്ച പോവുക, കണ്ണിൽ ഒരു മങ്ങൽ, അതും സ്ട്രോക്കിൻ്റെ ഒരു ഏർലിയസ്റ്റ് സിംറ്റംസ് ആയിരിക്കും. പിന്നെ എഫ് എന്ന് പറയുന്നത് ഫേസാണ്. അപ്പോൾ നോർമലി നമ്മൾ നോക്കി ഇങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആളിനോട് ചിരിക്കാന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ കോറി പോകും, രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം വരാത്ത ഈ ഒരു സൈഡ് കോറി പോവുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ഒരു ഏർലിയസ്റ്റ് സിംറ്റംസ് ആയിരിക്കും. എ എന്ന് പറയുന്നത് ആം എന്ന് പറയുന്നത് നമുക്ക് കൈ. അപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടോന്ന് സംശയം ഉണ്ടെങ്കിൽ അയാളോട് കൈ ഇങ്ങനെ പൊന്തിച്ച് വെക്കാന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാന്ന് പറയുന്നു. ഒരു 10 സെക്കൻഡോളം ഇങ്ങനെ വെക്കുമ്പോൾ കൈ ഇങ്ങനെ സ്വേ ആയി ഡ്രിഫ്റ്റായി പോകും. അപ്പോൾ അങ്ങനെ ഡ്രിഫ്റ്റായി പോവുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ഒരു ഏർലിയസ്റ്റ് സൈൻ ആയിരിക്കും. പിന്നെ എസ് എന്ന് പറയുന്നത് സ്പീച്ച്. ഒരു നമുക്ക് ആളിനോട് ഒന്ന് പേര് ചോദിക്കണം, എവിടെ സ്ഥലം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആൾക്ക് പറയാൻ പറ്റാത്ത സംസാരം ഒന്നും തിരിയുന്നില്ല, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ സിംറ്റം ആയിരിക്കും. അപ്പോൾ സ്ട്രോക്കിന് ഒരു ഗോൾഡൻ ടൈം ഉണ്ട്. ആ സ്ട്രോക്ക് ഈ സിംറ്റംസ് തുടങ്ങിയിട്ട് 1 മുതൽ 3 മണിക്കൂറിനുള്ള പെട്ടെന്ന് എമർജൻസിയിലോട്ട് നമ്മൾ എത്തിക്കണം. അതാണ് ടൈം. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താം.